ത്രിയേകാധിപത്യത്തിന്റെ അതിഥന്യ തിരുനാമം ബൗദ്ധീകരിക്കപ്പെടട്ടെ. ശാന്തമായ ഒരു ക്രിസ്മസ് രാവും കൂടെ നടന്നെടുക്കുകയാണല്ലോ. ക്രിസ്മസ് പലവിധമായ സന്ദേശങ്ങൾ നമ്മിലേക്കൊക്കെ തരികയാണ്. പ്രധാനമായും നാം കാണുന്ന ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് ക്രിസ്മസിന്റെ രാവുകളിൽ. അതൊന്ന് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ശ്രദ്ധ പതിയുന്നത് അവരുടെ ദർശനം കൊണ്ടാണ്. വെളും പ്രദേശത്ത് ഉപജീവനത്തിന് മാർഗമില്ലാത്ത കന്നുകാലി പിള്ളേരോടാണല്ലോ ക്രിസ്മസിന്റെ സാർവത്രികമായ മാനങ്ങളുടെ സന്ദേശങ്ങളുടെ വലിയ ദർശനമുണ്ടായത്. അതുകൊണ്ട് ആട്ടിടയന്മാർ ഇന്നും ഓർക്കപ്പെടുന്നത് അവരുടെ ദൈവികപരമായ ദർശനം കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല ദർശനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആട്ടിടയന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്വാൻമാരാണ് രണ്ടാമത് നമ്മെ വിസ്മയഭരിതരാക്കുന്നത്. അവരെ ഇന്നും ഓർക്കപ്പെടുവാനുള്ള കാരണം വിദ്വാൻമാരുടെ സമർപ്പണം കൊണ്ടാണ്. പൊന്നും മൂരും കുന്തിരിക്കമൊക്കെ കാഴ്ചയർപ്പിക്കുമ്പോൾ ക്രിസ്തു രാജാവാണെന്നും പ്രവാചകനാണെന്നും പുരോഹിതനാണെന്നുമുള്ള വലിയ വിളിച്ചു പറച്ചിലാണല്ലോ അവർ ചെയ്യുന്നത്. വിദ്വാൻമാർ അവർ ശ്രദ്ധ നേടുന്നത് സമർപ്പണം കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ കൊണ്ട് സമർപ്പിക്കുവാനും ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളെ അത് അവരിലേക്കും ദൈവികപരമായ അനുഭവങ്ങളിലേക്കും സമർപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസിന്റെ തന്നെ വില്ലനാകാൻ ശ്രമിക്കുന്ന, ക്രിസ്തുവിന്റെ അന്തകനാകാൻ ശ്രമിക്കുന്ന ഹെരോദാവിന്റെ കുറുക്കത്തരങ്ങളും ഓർക്കപ്പെടുകയാണ്. കുതന്ത്രങ്ങൾ കൊണ്ടാണല്ലോ ഈ മനുഷ്യൻ ഇന്ന് മാറുന്നത്, ഓർമ്മയാകുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ നാളുകളിൽ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ അന്തകനാകുവാനാണ് ഈ മനുഷ്യൻ ശ്രമിക്കുന്നത്. പക്ഷേ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള വലിയ ആജ്ഞയൊക്കെ ഇദ്ദേഹം എഴുതി തയ്യാറാക്കുകയാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, നാം വിദ്വാൻമാരെ പോലുള്ള സമർപ്പണങ്ങളാണോ, ആട്ടിടയന്മാരെ പോലുള്ള ദർശനങ്ങളാണോ, അതോ നമുക്കുണ്ടാകുന്നത് ഈ ദൈവികപരമായ അനുഭവങ്ങളിൽ മറ്റുള്ളവരിലേക്ക് കുതന്ത്രത്തിന്റെ അനുഭവങ്ങളാണോ? അല്ല പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, ക്രിസ്തുവിന്റെ തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹമായ ഒരു നോമ്പും ആശംസിക്കുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ.